ഈയിടെയായിട്ട് ഡ്യൂട്ടിക്ക് 2 ദിവസം മുന്നേ തന്നെ എനിക്ക് വല്ലാത്തൊരു ടെൻഷനും വെപ്രാളവും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തീരെ താല്പര്യമില്ലാതെ ഈവനിങ് ഒക്കെ ആയപ്പോൾ റെഡിയായി ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ഇങ്ങനൊരു ടെൻഷൻ വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒമാനി സ്റ്റാഫ് നമ്മളുമായിട്ട് വലിയൊരു ഇൻട്രാക്ഷനേ ഇല്ല. ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒന്നുകിൽ ഫോൺ നോക്കിയിരിക്കുകയോ ഇല്ലെങ്കിൽ പ്രെയർ റൂമിൽ പോയിരിക്കുകയോ ഇല്ലെങ്കിൽ ടീ റൂമിൽ പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിഷ്യലി ഞാൻ ഓർത്തു പുള്ളിക്കാരിക്ക് എന്നോട് മാത്രമാണ് ഇങ്ങനൊരു ബിഹേവിയർ എന്ന്. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ കൂടെയുള്ള 2 മലയാളി സ്റ്റാഫിനും ഇതേ ഒരു ഫീലിംഗ് ആണ് പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ കൂടെ ഡ്യൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ത്രൂ ഔട്ട് ദ ഷിഫ്റ്റ് നമ്മൾ ഒറ്റയ്ക്കെടുത്ത ആ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഡ്യൂട്ടി റോസ്റ്റർ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ആ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്ര ഡ്യൂട്ടി ഉണ്ടെന്നാണ്. പിന്നീട് ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷനായിരിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം ആസ് യൂഷ്വൽ പുള്ളിക്കാരിയുടെ പാട്ട് നോക്കി നടക്കാനും പ്രെയറിനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പണിയെടുക്കുന്നത്. വലിയൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ദൈവം സഹായിച്ച് ഇല്ല. അങ്ങനെ ചെറിയ ചെറിയ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ നേരം നടക്കുകയും അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് എൻഡ് ഓഫ് ദ ഷിഫ്റ്റായി. നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതിയെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ മാസത്തെ ഏറ്റവും ടെൻഷനുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്നത് അടുത്ത മാസത്തെ ഡ്യൂട്ടി റോസ്റ്ററാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത മാസം പുള്ളിക്കാരുടെ കൂടെ എത്ര ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.